Merry Christmas. ഹായ് ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? ഹെൽത്തി ആയിട്ടും സിമ്പിൾ ആയിട്ടും വെറൈറ്റി ആയിട്ടുള്ള ഒരു പുട്ടാണ് കേട്ടോ ഇന്നത്തെ സ്പെഷ്യൽ. 1 കപ്പ് ചുവന്ന അവിൽ എടുത്തിട്ടുണ്ട്. ഇത് റോസ്റ്റ് ചെയ്തെടുക്കാം. വെള്ള അവിലായാലും കുഴപ്പമില്ല കേട്ടോ. അവിൽ നല്ല ക്രിസ്പിയായി ഇത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട്. പാനിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ട്. കുറച്ച് അണ്ടിപ്പരിപ്പ് റോസ്റ്റ് ചെയ്തെടുക്കാം. അണ്ടിപ്പരിപ്പ് റോസ്റ്റ് ആവാൻ തുടങ്ങുമ്പോൾ ഇതിലേക്ക് കുറച്ച് മുന്തിരി ചേർക്കുന്നുണ്ട്. ഇതൊന്ന് റോസ്റ്റ് ആക്കി എടുക്കാം. അണ്ടിപ്പരിപ്പ് മുന്തിരി പാനിൽ നിന്ന് മാറ്റുന്നുണ്ട്. അതേ പാനിലേക്ക് 1/2 കപ്പ് നാളികേരം ചേർക്കുന്നുണ്ട്. നാളികേരം ഒന്ന് റോസ്റ്റ് ആവട്ടെ. കളറൊന്നും മാറണ്ട, അല്ല ഈർപ്പൊക്കെ ഒന്ന് പോയി കിട്ടിയാൽ മതി. 1 ടീസ്പൂൺ നെയ്യ് പാനിലേക്ക് ചേർക്കാം. പകുതി നേന്ത്രപ്പഴം ചെറുതായിട്ട് മുറിച്ചത് നെയ്യിലൊന്ന് വാട്ടിയെടുക്കാം. പഴം കുഴഞ്ഞൊന്നും പോണ്ട, ഒന്ന് വാടി കിട്ടിയാൽ മാത്രം മതി. പഴം റെഡിയായി പാനിന് മാറ്റുന്നുണ്ട്. വറുത്തെടുത്ത അവില് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. ഫൈൻ പൊടിയല്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് പൊടിച്ചാൽ മാത്രം മതി. കുറേശ്ശെ തരിയോട് കൂടിയാണ് കേട്ടോ പൊടിച്ചേക്കുന്നത്, ഫൈൻ പൊടിയല്ല. ഇതിലേക്ക് 1/4 കപ്പ് ശർക്കര ചേർക്കുന്നുണ്ട്. ശർക്കരയും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പൊടിച്ചെടുത്ത മിക്സ് ബൗളിലേക്ക് ചേർക്കുന്നുണ്ട്. 1/4 കപ്പ് പാലെടുത്തിട്ടുണ്ട്. ഇത് അവിലേക്ക് ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാം മിക്സ് ചെയ്തിട്ട് ഒന്ന് അമർത്തി കൊടുത്ത് 10 മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ അവിൽ കുറച്ച് സോഫ്റ്റായി കിട്ടും. നമ്മൾ അവിൽ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് 10 മിനിറ്റ് കഴിഞ്ഞു. അവിൽ നല്ല സോഫ്റ്റായി കിട്ടിയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചേക്കണ നാളികേരം ചേർക്കാം. റോസ്റ്റ് ചെയ്ത് വെച്ചേക്കണ മുന്തിരി അണ്ടിപ്പരിപ്പും ചേർക്കുന്നുണ്ട്. ഒന്ന് മിക്സ് ചെയ്യാം. അല്ല നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഏലക്കപ്പൊടി ചേർത്തോളൂ കേട്ടോ. പഴം ചേർക്കുന്നുണ്ട്. പഴം ചേർത്ത് കഴിഞ്ഞാൽ അമർത്തി മിക്സ് ചെയ്യണ്ട, പഴം അങ്ങോട്ട് ഉടഞ്ഞു പോകും. പഴം ചേർത്ത് എല്ലാം മിക്സ് ചെയ്തു. ഇനി നമുക്ക് പുട്ട് റെഡിയാക്കാം. ചട്ടപ്പുട്ടിൻ്റെ പാത്രത്തിലേക്ക് 2-3 അണ്ടിപ്പരിപ്പ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഫസ്റ്റ് മുകളിൽ നാളികേരം ചേർക്കാം. സ്ലൈസ് ചെയ്ത നേന്ത്രപ്പഴം വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ റെഡിയാക്കി വെച്ചേക്കണം പുട്ടിൻ്റെ മിക്സ് വെച്ച് കൊടുക്കുന്നുണ്ട്. മിക്സിൻ്റെ മുകളിൽ കുറച്ച് നാളികേരം സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. അടച്ച് വെച്ച് 10 മിനിറ്റ് നമുക്ക് ആവി കയറ്റിയെടുക്കാം. പുട്ട് വെച്ചിട്ട് 10 മിനിറ്റ് ആയിട്ട് ഇപ്പം റെഡി ആയിട്ടുണ്ടാവും. ഇനി പുട്ട് ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഒരു പുട്ട് റെഡിയാക്കി നോക്കൂട്ടാ. കുട്ടീസ് തൊട്ട് വലിയവർക്ക് വരെ ഒരുപാട് ഇഷ്ടാവുകയും ചെയ്യും. ഒരു കറി ഇല്ലാണ്ട് തന്നെ നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഈസി ആയിട്ട് റെഡിയാക്കാനും പറ്റും. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പുതിയൊരു റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. See you. Bye.